മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എൻ്റെ നല്ലയമ്മ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിശുദ്ധ അമ്മയെ പല പ്രാവശ്യവും അനുഭവിച്ചറിയുവാൻ ഇടയായി. ചെറുപ്പം മുതൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നവളായിരുന്നു. കാരണം എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നവളായിരുന്നു. അത് കണ്ടാണ് എനിക്ക് കൂടുതലും പ്രാർത്ഥിക്കാൻ തോന്നിയിരുന്നത്. പരിശുദ്ധ അമ്മ ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അമ്മേ മാതാവേ ഞാൻ തുടങ്ങുന്നു. എൻ്റെ നല്ലയമ്മ. ഒരിക്കൽ ഞാൻ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എനിക്ക് പലവിധ അസുഖങ്ങളൊക്കെ ഉണ്ട്. പ്രഷറ്, ഷുഗറ്, അറ്റാക്ക് പോലും 2 പ്രാവശ്യം ചെറിയ തോതിൽ വന്നതാണ്. എങ്കിലും അമ്മയുടെ സഹായത്താൽ ഡോക്ടർ പറഞ്ഞ കാലാവധിയും കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നവളാണ് ഞാൻ. ഒരു ദിവസം പിള്ളേർ സ്കൂളിൽ പോയി, ഭർത്താവ് ജോലിക്ക് പോയി, പകലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് കൂടുതലും പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടാകുക. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്ക് വലിയ ക്ഷീണം തോന്നി. ഞാൻ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, മാതാവേ ഞാൻ അല്പനേരം കിടക്കാൻ പോകുകയാണ്. ഒരു അരമണിക്കൂർ എനിക്കൊരു നല്ല ഉറക്കം തന്നിട്ട് അമ്മ എന്നെ വിളിച്ചുണർത്തണം. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് ഞാൻ കിടക്കുകയും ഒരമണിക്കൂർ സുഖമായ ഒരു ഉറക്കം കിട്ടുകയും ചെയ്തു. ഉറക്കത്തിൽ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു, എൻ്റെ പേര് ചൊല്ലി വത്സമ്മേ. ആ വിളി കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ ഭിത്തിയിൽ മാതാവിൻ്റെ സ്ഥാനത്ത് ഒരു നിഴലും ഞാൻ കണ്ടു. മാതാവിൻ്റെ രൂപത്തിൻ്റെ സ്ഥാനത്ത് ഒരു നിഴലും ഞാൻ കണ്ടു. പെട്ടെന്ന് ആ നിഴലും മാഞ്ഞുപോയി. എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയാണ് എന്നെ വിളിച്ചുണർത്തിയതെന്ന്. ഞാൻ വീണ്ടും അവിടെ കിടന്നുകൊണ്ട് തന്നെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി. അമ്മയോടൊപ്പം, അമ്മേ മാതാവേ, ഒരു ജപമാല അമ്മ ഇന്ന് ഈ ലോകത്തിന് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അതിനു വേണ്ടി, ഒന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഒന്ന് ലോകം മുഴുവന് വേണ്ടി, അങ്ങനെ ഓരോന്നായി പ്രാർത്ഥിക്കാനായിട്ട് മാതാവ് മനസ്സിൽ തോന്നിക്കുകയാണ്. ഓരോ ജപമാലയും ഞാൻ അങ്ങനെ ചൊല്ലി തീർത്ത് പാട്ടും പാടി അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. പിന്നീട് എൻ്റെ ജോലിയിൽ മുഴുകി സന്ധ്യാപ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങും. ഒരിക്കൽ വീണ്ടും എൻ്റെ ഭർത്താവ് ഒരിക്കൽ ഗൾഫിന് പോയി. വീണ്ടും പോകണമെന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ജോലിയില്ലാതായി, പൈസയ്ക്ക് ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഞാൻ അമ്മയോടുകൂടി വീണ്ടും എൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. എങ്കിലും ഞാൻ അമ്മയോട് വീണ്ടും അപേക്ഷിക്കുകയാണ്, എൻ്റെ ഭർത്താവിന് ഒരിക്കൽ കൂടി ഗൾഫിന് പോകാനുള്ള അവസരം തരണമേ. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ഒരു 2-3 മാസമായിട്ടും ഒരു ഉത്തരവും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ വീണ്ടും എഴുന്നേറ്റിരുന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ മാതാവേ, അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നതെല്ലാം പല വിചാരത്തോടു കൂടി ആയിട്ടാണോ? ശരിക്കും അല്ലയോ? എനിക്കൊന്ന് വ്യക്തമാക്കി തരണമേ. ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ വയ്യാതെ ഇരുന്നും ഒക്കെയാണല്ലോ. ആ പ്രാർത്ഥനകളിൽ പോരാഴികയുണ്ടെന്ന് വരിയിൽ എനിക്കൊന്ന് പറഞ്ഞു തരണമേ. അത്
അതുകൊണ്ടല്ലേ സാധിക്കാത്തത് എന്ന് വിചാരിച്ച് പറഞ്ഞ് ഞാൻ അമ്മയോട് സങ്കടപ്പെട്ട് വീണ്ടും കിടന്ന് അന്നത്തെ ദിവസം തന്നെ രാത്രിയിൽ ഞാൻ കാണുകയാണ്. ഒരു 1:30-2 മണിയായപ്പോൾ ഞാൻ ഉണർന്ന് കാണുന്നത് പോലെ മാതാവിൻ്റെ രൂപത്തിനരികിലോട്ട് നോക്കി ഞാൻ കിടക്കുകയാണ്. ഉണർന്ന് നോക്കുന്ന പോലെ, എന്നാൽ സ്വപ്നത്തിലാണോ എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മയുടെ കൈകളിൽ അതാ ജപമാല കിടന്ന് കറങ്ങുന്നു. ഒരു ജപമാലയല്ല, 1000 ജപമാലയല്ല, മുഴുവൻ പുറത്തേക്ക് പ്രവഹിക്കാവുന്ന വിധത്തിലുള്ള ജപമാല കിടന്നുരുളുകയാണ്. അത് കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇതെന്താ ഞാൻ സ്വപ്നം കാണുകയാണോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കാണുന്നത് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച് ഞുള്ളി പറിച്ചു നോക്കി സ്വപ്നമാണോ എന്ന്. പക്ഷേ ശരിക്കും സ്വപ്നമല്ല, എന്നെ ഉണർത്തി കാണിക്കുകയാണ് അമ്മ. ഞാൻ ചൊല്ലിയ ജപമാലകളെല്ലാം ആ കയ്യിൽ കിടക്കുന്നു. ഒന്നുപോലും താഴെ വീഴാതെ അമ്മയുടെ കയ്യിൽ കിടക്കുന്നതായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് ഓർമ്മപ്പെടുത്തി തരികയുമാണ്. പെട്ടെന്ന് ഞാൻ ഉണർന്ന് അമ്മയെ, ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് മനസ്സിലായി, ഈ ജോലി അല്ല അമ്മ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതെനിക്ക് കാണിച്ചു തരികയായിരുന്നു അമ്മ ആ ചിത്രത്തിലൂടെ. അങ്ങനെ എനിക്ക് വലിയൊരനുഭവം വീണ്ടും കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, വിദേശത്ത് പോകേണ്ട കാര്യമില്ല, അമ്മ ഇവിടെ എന്തെങ്കിലും ജോലി തരപ്പെടുത്തി തരുമെന്ന്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിന് ഒരു ജോലി ലഭിച്ചു. ഒരു കടയിലെ മാനേജരായിട്ടായിരുന്നു ജോലി ലഭിക്കുകയും എനിക്ക് മനസ്സിലാക്കി തന്നു, ഗൾഫിന് പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ മതിയെന്ന്. അങ്ങനെ ഇവിടെ തന്നെ ഇന്നും ആ ജോലിയിൽ തുടർന്നുകൊണ്ട് പോവുകയാണ്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറവില്ലാതെ നടക്കുന്നുമുണ്ട്. എൻ്റെ ഒരിക്കൽ ഞങ്ങളുടെ സ്ഥലം വിൽക്കേണ്ടി വന്നു. എൻ്റെ അമ്മായിയുടെ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം തന്നു. ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറ്റി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ മരുന്നുകളൊക്കെ കുറവില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഭർത്താവ് പറഞ്ഞു, ഞങ്ങൾ ഉച്ചയ്ക്ക് വെക്കുന്ന ചോറ് ഞങ്ങൾ വൈകിട്ടും കഴിക്കുക പതിവാണ്. പക്ഷേ ഭർത്താവ് പറഞ്ഞു, ചൂട് ചോറ് മതി, ഞാൻ ജോലി ചെയ്ത് വരുന്നതല്ലേ, തണുത്തത് കഴിക്കണ്ട, ചൂട് ചോറ് വയ്ക്കണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ വെച്ച് വെക്കാം എന്ന് പറഞ്ഞു. അന്ന് ഒരു ദിവസം 4:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് ജോലി ചെയ്യേണ്ടതാണ്. പതിവ് പോലെ അമ്മയോടുകൂടി പ്രാർത്ഥന ചൊല്ലി കിടന്നുറങ്ങി. 4:30 ആയപ്പം എഴുന്നേറ്റ് ജോലി ചെയ്യാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലകറക്കം വരികയാണ്. തല കറങ്ങി ഞാൻ അങ്ങ് വീണു. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, അപ്പോൾ ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ ഇല്ലേ? എൻ്റെ അടുത്ത് ആരുമില്ലെന്ന് അമ്മയ്ക്കറിയാം, അമ്മ മാത്രമേ എനിക്കുള്ളൂ, എൻ്റെ അടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നല്ലോ. പിന്നെ ഈ തല കറങ്ങി ഞാൻ എഴുന്നേക്കാതിരുന്നാൽ എങ്ങനെ ഞാൻ വൈകിട്ട് അദ്ദേഹത്തിന് ചോറ് വെക്കും? ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ, വിളിച്ചുണർത്താൻ ആരുമില്ല, അമ്മ എൻ്റെ അടുത്തില്ലേ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് വീണ്ടും കിടക്കുമ്പോൾ ആ മുറി മുഴുവൻ സുഗന്ധം കൊണ്ടങ്ങ് നിറഞ്ഞു. അപ്പോൾ ആ മണം വരികയും ഞാൻ ചാടി എഴുന്നേറ്റ്, എൻ്റെ അമ്മ എന്നോട് കൂടി ഉണ്ടെന്ന് എനിക്ക് വെളിവായിരിക്കുന്നു, എൻ്റെ അമ്മേ, അപ്പോൾ അമ്മ എൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വീട്ടിലെ ജോലിയെല്ലാം ചെയ്തു. വീട്ടിലെ തറയെല്ലാം തുടച്ചു, ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ പാട്ട് പാടിക്കൊണ്ട് ആ വീടാകെ നടക്കുകയാണ്. എനിക്കറിയില്ല, ഞാനൊരു പ്രത്യേക സ്വർഗരാജ്യത്തിലിരിക്കുന്നത് പോലെ ഈശോയെയും മാതാവിനെയും സ്തുതിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പാട്ടുപാടി നടന്നു. അന്ന് ഭർത്താവ് താമസിച്ചാണ് വന്നത്. ഒരു ഭയവുമില്ലാതെ ഞാൻ വരുന്നവരെ സന്തോഷത്തോടെ ഇരുന്നു. അങ്ങനെ അമ്മയുടെ അനുഭവം വീണ്ടും എനിക്കുണ്ടായി. ഒരു പ്രാവശ്യം അതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. എൻ്റെ യൂട്രസ് എടുത്തു കളഞ്ഞു. യൂട്രസ് എടുത്ത് കളഞ്ഞ് ആ നിമിഷം, ആ സമയം എൻ്റെ ബ്ലാഡറും കട്ട് ചെയ്തു, അറിയാതെ കട്ട് ചെയ്തു പോയി.
അപ്പോൾ അന്ന് മുഴുവൻ എനിക്ക് യൂറിൻ ബ്ലഡോട് കൂടിയാണ് വന്നത്, നിറയെ ബ്ലഡോട് കൂടി. പക്ഷേ എനിക്ക് ഭയമൊന്നും ഉണ്ടായില്ല. എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്കൊരാപത്തും വരികയില്ല എന്നെനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. സന്ധ്യയായി. ഞാൻ ഉറങ്ങാൻ എനിക്ക് മരുന്ന് തന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. എന്തോ ഭീതിപ്പെടുത്തുന്നത് പോലെ വല്ലാഴിക. അപ്പം നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ വന്നപ്പം ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് ഈ ബെഡൊന്ന് മാറിത്തരാവോ, ഞാനിവിടെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ബെഡ് മാറിത്തന്നാൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങുമായിരിക്കും, മാറിത്തരണമെന്ന് പറഞ്ഞു. അതിനെന്നെ ആൻറ്റി, ഞാൻ മാറ്റിത്തരാമല്ലോ എന്ന് പറഞ്ഞ് ആ കുഞ്ഞെന്നെ വേറൊരു ബെഡിലേക്ക് മാറ്റിക്കിടത്തി. അവിടെ കിടന്നിട്ടും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. വല്ലാത്ത ഭയവും വല്ലാത്ത വിഷമവും അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു, എനിക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ നോക്കി. എപ്പോഴും എൻ്റെ കയ്യിൽ ജപമാലയുണ്ട്. ഞാൻ അന്ന് ജപമാല എടുത്തിട്ടില്ല. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ എനിക്കൊരു കൊന്ത തരാമോ, ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് കിടക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങും എന്ന് പറയുക. ആ കുഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഒരു കൊന്തയെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഇതുപയോഗിച്ചോ, കൊന്ത ചൊല്ലിക്കൊണ്ട് കിടന്നു, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് കിടന്ന് നല്ല സുഖമായിട്ടങ്ങ് ഉറങ്ങി. ആ കുഞ്ഞ് രാത്രിയിലൊക്കെ വന്ന് നോക്കുമ്പോൾ ഞാൻ കൊന്തയും പിടിച്ച് സുഖമായി ഉറങ്ങുന്നതാണ് കണ്ടത്. ബെഡും മാറ്റിയില്ല, തിരിച്ചു കൊണ്ടുവന്ന് അവിടെ കിടത്തി. കാരണം എനിക്ക് അമ്മ തന്നെ മനസ്സിലാക്കി തന്നു എൻ്റെ പ്രാർത്ഥന. ആ അവസരത്തിലും അമ്മ എന്നോട് പ്രാർത്ഥനയാണ് ആവശ്യപ്പെട്ടത്. അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഏതവസ്ഥയിലും നമ്മൾ ജപമാല ഭക്തിയുള്ളവരാകണം. ആ ഭക്തിയാണ് എന്നെ ഇന്ന് നയിക്കുന്നത്. അങ്ങനെ ജപമാല ചൊല്ലി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ആ കുഞ്ഞ് ഡ്യൂട്ടിക്ക് വന്നു. എന്നെ നോക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ആ കൊന്ത ആ കുഞ്ഞിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ ആ കുഞ്ഞെന്നോട് പറഞ്ഞു, ആൻറ്റി ഈ കൊന്ത വെച്ചോ, എനിക്കൊരു സിസ്റ്റർ തന്ന വേറൊരു കൊന്ത എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഉപയോഗിച്ചോളാം, ആൻറ്റി പ്രാർത്ഥിച്ചോ, ഇത് വെച്ചോളാം പറഞ്ഞു. ആ കൊന്ത ഞാൻ പിന്നീട് നിരന്തരം ഉപയോഗിക്കുമായിരുന്നു. ഒരു ദിവസം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 1.5 വർഷമായിട്ടും എൻ്റെ മുറിവ് കരിഞ്ഞില്ല. ആ മുറിവ് കരിയുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ കൂടുതലും ലോകം മുഴുവനെയും സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഇത്രയുമായിട്ടും മുറിവ് കരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നവളായിട്ട് നിൻ്റെ മുറിവ് കരിയാത്തതെന്താ, അപ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ദേഷ്യം വന്ന് ആ കൊന്ത വലിച്ചു പറിച്ച് പൊട്ടിച്ച് ദൂരേക്ക് അങ്ങ് എറിഞ്ഞു. സന്ധ്യയ്ക്കാണ് സംഭവം. ആ കൊന്ത തപ്പിയിട്ട് ഞങ്ങൾ മോളുമായിട്ട് ഞാൻ ചെന്ന് അന്വേഷിച്ചു. ആ കൊന്തയുടെ മുറി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു കഷ്ണമെങ്കിലും കിട്ടാതെ എനിക്ക് സങ്കടം വന്നു. ഞാൻ ഇതുപോലെ അമ്മയോട് പറഞ്ഞു, കരഞ്ഞു പ്രാർത്ഥിച്ചു. വൈകിട്ട് കിടക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ആ കുഞ്ഞ് തന്ന കൊന്തയാണ് എനിക്ക്. ആ കൊന്ത എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ കുഞ്ഞെനിക്ക് തന്നതല്ലേ, ആ കൊന്ത പോയതിൽ എനിക്ക് സങ്കടമുണ്ടമ്മേ മാതാവേ. എൻ്റെ കൊന്ത നഷ്ടപ്പെട്ടില്ലേ, അതെനിക്ക് തരാഞ്ഞതെന്താ എന്ന് ചോദിച്ച് ഞാൻ കരഞ്ഞു. സങ്കടപ്പെട്ട് ഞാൻ കിടന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ രാവിലെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുക പതിവാ. ഞാൻ എഴുന്നേറ്റിങ്ങനെ ഇരിക്കുകയും ഞാൻ നോക്കുമ്പോൾ എൻ്റെ കട്ടിലിന് ചുറ്റുമായിട്ട് ആ കൊന്തമുറി മുഴുവൻ വട്ടം ആ കട്ടിലിന് ചുറ്റും കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആ രാത്രി എൻ്റെ അമ്മ എൻ്റെ സങ്കടം കേട്ട് ആ കൊന്തമുറി മുഴുവൻ പെറുക്കി അവിടെ കൊണ്ടുവന്നിട്ടത് എന്നോടുള്ള ഏറ്റവും വലിയ സ്നേഹമായിരുന്നില്ലേ? അതെ, അമ്മ എനിക്ക് ഓരോന്നും അനുഭവത്തിലൂടെ കാണിച്ചു തരികയാണ്. ആ കൊന്ത കുരുവിലെ 3 കുരു പൊട്ടി പിളർന്നു പോയി. ആ പിളർന്നു പോയ കുരു ഉൾപ്പെടെയാണ് ഈ കട്ടിലിന് ചുറ്റും കിടന്നത്. ആ കൊന്തമുറികൾ ഞാൻ സന്തോഷത്തോടെ പെറുക്കിയെടുത്ത് കോർത്ത് വേറെ ഒരു കൊന്തയിൽ നിന്ന് 3 കുരുവും എടുത്ത് ഈ കൊന്തയോട് ചേർത്ത് കെട്ടി വെച്ച ഒരു കൊന്തയാക്കി ഇന്നും എൻ്റെ കയ്യിൽ ഞാൻ ആ കൊന്ത സൂക്ഷിക്കുകയാണ്. ആ കൊന്തയിൽ ഞാൻ പല കാര്യങ്ങളും ആ കൊന്ത വെച്ച് പ്രാർത്ഥിക്കും. അമ്മ എനിക്ക് തന്നതല്ലേ, അമ്മ അത് എൻ്റെ മുൻപിൽ കൊണ്ടിട്ടെങ്കിൽ അമ്മയല്ലാതെ ആരാണ് ആ ഒരു കാര്യം ചെയ്യുക? എനിക്ക് അതിശയം കൊണ്ട്, സന്തോഷം കൊണ്ട് എനിക്ക്
ഞാൻ തുള്ളിച്ചാടി, വയ്യാത്ത ഞാൻ തുള്ളിച്ചാടി. എൻ്റെ അമ്മ ഇപ്പോഴും എന്നോട് കൂടി. എനിക്കിത് ഈ ഒരെണ്ണമില്ലാതെ എൻ്റെ മുന്നിലെത്തിച്ച് എൻ്റെ അമ്മയ്ക്ക് ഞാൻ 100,000 നന്ദി പറഞ്ഞ് ആ കൊന്ത ഇന്നും ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരിടത്തും പോയിരുന്ന് പ്രാർത്ഥിക്കാറില്ല. എൻ്റെ വീട്ടിനുള്ളിലിരുന്നാണ് ഞാൻ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ആ കൊന്ത വെച്ച് ഞാൻ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും അതൊരു മെസ്സേജായി എൻ്റെ അമ്മ എൻ്റെ ആ കയ്യിൽ ആ കൊന്ത സൂക്ഷിക്കാൻ അവസരം തന്നിരിക്കുകയാണ്. അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കൊന്ത ഒരു പ്രാവശ്യമെങ്കിലും അഴിഞ്ഞു പോകുകയില്ലെങ്കിൽ അമ്മ എനിക്ക് വെളിപ്പെടുത്തി തരുന്നു ആ കാര്യം ഉടനെ സാധിക്കില്ലെന്ന്. അതൊന്നും നഷ്ടപ്പെടാതെ ആ കൊന്തയിൽ ആ ജപമാല തീർക്കാൻ സാധിച്ചാൽ എനിക്ക് മനസ്സിലായി ആ കാര്യം സാധിച്ചു എന്ന്. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം ദിനം പ്രതി എനിക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നല്ലയമ്മ. പിന്നെയും എനിക്കമ്മ എന്നെ ഇങ്ങനെ വഴി നടത്തുകയാണ്. ഒരിക്കൽ ഞാൻ എൻ്റെ വീട്ടിൽ, കട്ടപ്പനയാണ് എൻ്റെ വീട്, ഞാൻ അവിടെ പോയി എൻ്റെ അമ്മച്ചിയെ കാണാൻ. അവിടെ ആയിരിക്കുമ്പോൾ അതിനടുത്ത പ്രദേശത്താണ് എൻ്റെ അനുജത്തി താമസിക്കുന്നത്. അവരുടെ കൂട്ടായ്മയിൽ പള്ളിയിൽ നിന്നും മാതാവിൻ്റെ രൂപം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. നീ വരണമെന്ന് അനുജത്തി വിളിച്ചു പറയുന്നു. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. മാതാവിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുകയല്ലേ, എനിക്ക് പോകണം. ഭയങ്കര സന്തോഷത്തോടെ ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ കൂട്ടായ്മയിലെ ആൾക്കാർ മുഴുവൻ ആ ഹോളിലുണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ സഹോദരിയുടെ മക്കളെ വിളിച്ചു. ഞങ്ങളൊപ്പം ഒരു നിരയായിരുന്നു, ബാക്കിയുള്ളവരും ഇരുന്നു. ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ആദ്യമേ തന്നെ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ, അമ്മയാണല്ലോ പരിശുദ്ധാത്മാവിനെ മക്കൾക്ക് നൽകുന്നത്, ആ വിശ്വാസത്തിൽ ഞാൻ ആ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പാട്ടോടുകൂടി ഞങ്ങൾ കൊന്ത ആരംഭിച്ചു. സമ്പൂർണ്ണ ജപമാല തന്നെ സമർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുപോലെ ഞങ്ങളെ അവിടെ ഓരോ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ലോകം മുഴുവനിൽ ഓരോരുത്തർക്കും അമ്മ മനസ്സിൽ തരുന്നത് പോലെ ലോകം മുഴുവനുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമായിരുന്നു അവിടെ തന്നത്. ഞങ്ങളെ മറന്നു, എല്ലാം മറന്ന് ഞങ്ങൾ അമ്മയോടുകൂടി പ്രാർത്ഥന തുടങ്ങി. ജപമാല രഹസ്യം അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. ഓരോ ജപമാല ചെല്ലുമ്പോഴും ഞങ്ങൾ ഓരോ പാട്ടുപാടും തീർന്നു കഴിയുമ്പോൾ ഓരോരുത്തരെ സമർപ്പിച്ചായിരിക്കും. സ്വയം ഞങ്ങളെ വിശുദ്ധീകരിക്കും. ഞങ്ങളെ വിശുദ്ധീകരിക്കാനായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയും. ഇന്ന സമയത്ത് ഇന്നത് ഞങ്ങൾ ചെയ്തു പോയി, ഇന്നത് ഞങ്ങൾ പ്രവർത്തിച്ചു, അത് ക്ഷമിക്കണമേ അമ്മേ, ക്ഷമിച്ച് ഞങ്ങൾക്ക് ഈ ഇരിക്കുന്ന മക്കൾക്കും ലോകം മുഴുവനുള്ള മക്കൾക്കും അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കും. കുറേ നേരം ഞങ്ങൾ തമ്പുരാന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കും. കൈ ഉയർത്തി കൈയടിച്ച് ഞങ്ങൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനയിലായി. സമയം പോയതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഒരു 2:30-3 മണിയായപ്പോഴാണ് ഞങ്ങളുടെ സമ്പൂർണ്ണ ജപമാല 4 ജപമാലയും തീർന്നത്. ആർക്കും വിഷമവുമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, ഒന്നുമില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എവിടുന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നറിയില്ല. അതുപോലെ അമ്മ ഓരോ കാര്യങ്ങളും തെളിച്ചു തരുന്നു. അത് പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈശോയോട് അപേക്ഷിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുപോയി. അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം മാറിയിരുന്നു. ആ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന പല വ്യക്തികളും എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, ഞങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു, ഞങ്ങളതെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ആഗ്രഹങ്ങളോടും കൂടിയും വന്നവരായിരുന്നു. മാതാവിൻ്റെ അടുത്തല്ലേ വരുന്നത്, അപ്പോൾ എല്ലാം ചോദിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ വന്നവരായിരുന്നു മിക്കവരും. മദ്യപാനിയായ ഒരു വ്യക്തിയുടെ ഭാര്യയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവ് നിത്യവും മദ്യപിച്ച് വന്ന് എന്നെ ഉപദ്രവിക്കും, വീട്ടിലൊന്നും കൊണ്ട് തരില്ല, ഞാൻ ജോലി ചെയ്ത് വേണം ജീവിക്കാൻ. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. ഒരമ്മച്ചിയാണെങ്കിൽ, ഒരു പ്രായം ചെന്ന ഒരമ്മച്ചി പറയുകയാണ്, മോളെ ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും ഇങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് മോളോട്. മോൾ എനിക്ക് വേണ്ടി അതുപോലൊക്കെ പ്രാർത്ഥിക്കുമോ? അമ്മച്ചി ഞാൻ പ്രാർത്ഥിക്കാം.
പക്ഷേ അമ്മച്ചി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം മാതാവിനോടൊപ്പം എന്ന് പറഞ്ഞു. അമ്മച്ചിക്കും വളരെ സന്തോഷമായി. അന്ന് 6 മണിയായപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു. മാതാവിൻ്റെ ഫോട്ടോയുമായി അടുത്ത വീട്ടിലേക്ക് പോയി ആൾക്കാരെ. ഞാൻ അന്ന് തിരിച്ച് വീട്ടിലേക്കും പോയിരുന്നു. പിറ്റേ ദിവസം എൻ്റെ അനുജത്തി വിളിച്ച് പറയുകയാണ്, അന്ന് ആ കൂട്ടത്തിൽ മദ്യപിച്ച് വരുന്ന ഒരാളുണ്ടായിരുന്നു, വീട്ടിൽ വരുന്ന ഒരാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു. ആ ഭാര്യ എന്നെ വിളിച്ച് പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഇന്ന് ഒരു തുള്ളി കുടിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി വന്നിരിക്കുന്നു, എല്ലാ സാധനങ്ങളും വീട്ടിലേക്കുള്ളതെല്ലാം വാങ്ങി വന്നിരിക്കുന്നു, വലിയ അനുഭവമാണ്, വലിയ അനുഗ്രഹമാണ് മാതാവ് നൽകിയിരിക്കുന്നത് എന്ന്. അതെനിക്ക് വളരെ സന്തോഷമായി. അത് കേട്ടപ്പോൾ അമ്മയുടെ അനുഗ്രഹം ഈ ലോകത്തിൽ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കണം, എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. അതിനായിട്ടാണ് ഞാൻ അമ്മയോട് കൂടി എല്ലാവർക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ നല്ലയമ്മ. വീണ്ടും എനിക്ക് ഇങ്ങനെ മാതാവിൻ്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. സങ്കടപ്പെടാൻ എന്നെ അമ്മ അനുവദിക്കുന്നില്ല. അതിന് കാരണവും അമ്മയോട് കൂടിയുള്ള എൻ്റെ പ്രാർത്ഥന തന്നെയാണ്. ഏതവസരത്തിലും എന്നോട് കൂടിയുണ്ടെന്ന് വെളിപ്പെടുത്തി തരുന്ന അനുഭവങ്ങൾ എനിക്ക് നിത്യവും വരാറുണ്ട്. ഞങ്ങളുടെ ഇടവക മുണ്ടുപാലം സെൻറ്റ് മേരീസ് പള്ളിയാണ്, മാതാവിൻ്റെ ഇടവകയാണ്. ആ ഇടവകയിലാണ് ഞങ്ങൾ നിത്യവും കുർബാന അർപ്പിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ അച്ഛൻ ഫാദർ തോമസ് കൊച്ചളയത്തിങ്കൽ ആണ്. അച്ഛൻ പുതുതായി ചാർജ് എടുത്തപ്പോൾ പല നല്ല കാര്യങ്ങളും പള്ളിക്ക് വേണ്ടി ചെയ്തു. കൂട്ടത്തിൽ ഞങ്ങൾക്കായി, ആ ഇടവകയിലെ മക്കൾക്കായി ഒരു നിത്യാരാധന ചാപ്പലും ഉണ്ടാക്കി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. രാവിലത്തെ കുർബാനയ്ക്ക് ശേഷമാണ് അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മങ്ങളും എല്ലാം നടന്നത്. അന്ന് ഞാൻ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് എനിക്ക് പോകാൻ അവസരം കിട്ടിയത്. രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ സ്വല്പം നേരത്തെ പോയിട്ട് അവിടെ കയറിയിരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച് ഞാൻ അതിനകത്ത് കയറിയിരുന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. അച്ഛന് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും ഇടവക ജനത്തിന് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഇന്ന് ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണമോ അതിനൊക്കെ വേണ്ടിയും ഈശോയോട് ഞാനും അവിടെ മൗനമായിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കുർബാനയിലും പങ്കുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ജോലികളെല്ലാം ചെയ്തു. നടക്കുമ്പോഴൊക്കെയും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് തോന്നുമ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലും, ചിലപ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലും, ചിലപ്പോൾ ഒരു എത്രയും തീയുള്ള മാതാവെ ചൊല്ലും. ഇങ്ങനെയാണ് അമ്മയോട് കൂടി ഞാനായിരിക്കുന്നത്. ഈശോയ്ക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ടെന്ന് എനിക്കറിയാം. മാതാവിനോട് നിത്യം പ്രാർത്ഥനയുള്ളവരായിരിക്കുക. അതോടൊപ്പം ഈശോയ്ക്ക് നന്ദി പറയുക. അമ്മ ഈശോയിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്നത്. ഇത് നിത്യരക്ഷയ്ക്കുള്ള അനുഗ്രഹമായി മാറും അമ്മയോടുള്ള പ്രാർത്ഥന. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും